പ്രതിപക്ഷത്തെ നേതാക്കൾ വെച്ച ഒരു നിർദ്ദേശത്തോടും അനുകൂലമായ പ്രതികരണമല്ല ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്ത കാര്യം, എന്തുകൊണ്ട് 25 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ 4 കോടി വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോം കളക്ട് ചെയ്ത് അതിനുപോൽപകമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി അവർ വോട്ടറാണോ ഇല്ലയോ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ബീഹാറിലില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, എന്റെ കൂടെ ഈ യോഗത്തിൽ പങ്കെടുത്ത CPM-ന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ആധാർ കാർഡും ഇലക്ഷൻ ID-യും മൻരേഖയും അതൊന്നും അവിടെ ബാധകമല്ല. ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്ത് ജനന രജിസ്ട്രേഷൻ പോലും കൃത്യമായി നടക്കാത്തൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നിഷ്കർഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതായത് 2003 കഴിഞ്ഞ ഏത് വോട്ടറുടെയും രേഖകൾ പരിശോധിച്ച് അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ടറായി നിൽക്കാൻ കഴിയുള്ളൂ. ഇത് പിൻവാതിലിലൂടെ NRC നടപ്പിലാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ബീഹാറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അധികൃതരോട് പറഞ്ഞു, 3 ഇലക്ഷൻ കമ്മീഷണർമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇതിന് എതിരല്ല, മറിച്ച് സമയം കൊടുക്കണം, സാവകാശം കൊടുക്കണം. കേവലം ഒരു 3 ആഴ്ച കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനമായി കലാശിക്കാൻ പോകുന്ന വലിയൊരു സംഭവമായിരിക്കുകയാണ്.